BJP കുറിച്ച് അധികം പറയുന്നില്ലേ. ഈ മണ്ണിനെ പറ്റിയ പാർട്ടിയല്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ഗുരുദേവൻ പറഞ്ഞ ഓണവും വിഷുവും ക്രിസ്തുമസും പെരുന്നാളുമൊക്കെ ഒരുമിച്ച് ആഘോഷിക്കുന്ന മതമൈത്രിയുടെ നാടാണ് കേരളമെന്നും BJPയുടെ വിത്ത് ഇവിടെ ഒരിക്കലും മുളയ്ക്കില്ലെന്നും അതിനു പറ്റിയ വളക്കൂറുള്ള മണ്ണല്ല കേരളത്തിന്റേതെന്നും BJPക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ ലഭിക്കില്ല എന്നും എന്നാൽ ഇനി ഒരു തവണ കൂടി CPM ഭരണം വന്നാൽ കേരളം ബംഗാളായി മാറുമെന്നും പക്ഷേ അവർ കേരളത്തിൽ ഉണ്ടാകണമെന്നും തോൽവിയിലൂടെ സ്വയം ശുദ്ധീകരിച്ച് ഇടതുപക്ഷം നിലനിൽക്കണമെന്നും ഇടതുപക്ഷം വിട്ട് കോൺഗ്രസിലെത്തിയവരായിരിക്കും ഇത്തവണത്തെ കോൺഗ്രസിന്റെ വിജയശില്പികളെന്നും AK ആന്റണി. BJP കുറിച്ച് അധികം പറയുന്നില്ലേ. ഈ മണ്ണിനെ പറ്റിയ പാർട്ടിയല്ല. കേരളത്തിന്റെ മണ്ണിൽ ഈ വിത്തിന് അധികം നാൾ വളരാൻ സാധ്യമല്ല. ഇത് മതമൈത്രിയുടെ നാടാണ്, അത് സൗഹാർദ്ദത്തിന്റെ നാടാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ഓണവും വിഷുവും പെരുന്നാൾ നോയമ്പും ക്രിസ്മസും ഈസ്റ്ററുമെല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു നാടാണ്. ഇവിടെ തെരുവുകളില്ല, മതം തിരിഞ്ഞവിടെ തെരുവുകളില്ല. ഇത് സൗഹാർദ്ദത്തിന്റെ നാടാണ്, സമുദായ സൗഹാർദ്ദ നാടാണ്, ശ്രീനാരായണ ഗുരു നാടാണ്. മതമേതായാലും മനുഷ്യൻ നന്നായമെന്ന് പറഞ്ഞാൽ നാരായണ ഗുരുസ്വാമിയുടെ നാടാണ്. ഈ മണ്ണിൽ ഈ പരിപ്പ് വേഗത്തില്ല. പ്രധാനമന്ത്രി വരുന്നുണ്ട്, നല്ല ആൾക്കൂട്ടമുണ്ട്, കാശുണ്ടല്ലോ ഇഷ്ടം പോലെ. പക്ഷേ ഞാൻ എത്ര നോക്കിയിട്ടും ദിവസവും നോക്കിയിട്ടും തീർച്ചയായും BJPക്ക് ഒരു സീറ്റ് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരിക്കൽ കൂടി തുടർഭരണം വന്നാൽ കേരളം ബംഗാളായി മാറും. അടുത്ത ഇലക്ഷനിൽ നോമിനേഷൻ കൊടുക്കാൻ പാർട്ടിക്കാർ കാണത്തില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ അങ്ങനെ ഇടതുപക്ഷം നശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷം തകർന്നിട്ട് ആ സ്ഥാനത്ത് ബംഗാളിലെ പോലെ BJP പോലെ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷം തകരരുത്. ഇടതുപക്ഷം കേരളത്തിൽ നിലനിൽക്കണം. ഇടതുപക്ഷം കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ, പ്രസക്തി ഉണ്ടാകണമെങ്കിൽ പിണറായി ഭരണം അവസാനിക്കണം. ഈ സർക്കാർ പോയേ തീരൂ, ഭരണമാറ്റം ഉണ്ടാകണം. അങ്ങനെ വന്നാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു പ്യൂരിഫിക്കേഷൻ വരും, ശുദ്ധീകരണം വരും. അപ്പോൾ ഇടതുപക്ഷത്തിന് കേരളത്തിൽ വീണ്ടും ഒരു പ്രസക്തി ഉണ്ടാകും. അതുകൊണ്ടാണ് ധാരാളം ഇടതുപക്ഷക്കാർ ഇത്തവണ UDFന്റെ കിട്ടാൻ പോകുന്ന ചരിത്രപരമായ വിജയത്തിന്റെ പ്രധാന ശില്പികൾ ഇടതുപക്ഷ വോട്ടർമാർ തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. വേഴ്സറ്റൈൽ എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം വാവ് versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.